അപ്പത്തിൻ്റെ മാവ് ഇതുപോലെ പൊങ്ങി വരാനും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പത്തിനുമായിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉഴുന്നാണ് കേട്ടോ. ഉഴുന്ന് ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ നമ്മൾ അപ്പം വെക്കുന്നതിനേക്കാളും നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം ഇത് കുതിർക്കാനായിട്ട് വെക്കാട്ടോ, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ ഒരു 6 മണിക്കൂറെങ്കിലും വെക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഞാനിവിടെ 6 മണിക്കൂർ കുതിർത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിയും ഉഴുന്നെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി വെള്ളം കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് മുഴുവനായിട്ടില്ല, 1/4 കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി 1/4 കപ്പോളം ചോറും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണോളം ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി, അല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈസ്റ്റ് ചേർക്കാതെ തൈര് 1 ടേബിൾ സ്പൂൺ, അല്ലെന്നുണ്ടെങ്കിൽ തേങ്ങ വെള്ളം ഉണ്ടല്ലോ അത് ചേർത്തിട്ട് അപ്പത്തിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം കുറച്ച് വലിയൊരു പാത്രം തന്നെ എടുക്കാം കേട്ടോ, കാരണം ഈ മാവ് പൊങ്ങി വരുന്നത് കൊണ്ട് തന്നെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ കൊണ്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കാം. ഞാനിതിപ്പോൾ ഓവർനൈറ്റാണ് അടച്ചു വെക്കുന്നത്, പിറ്റേ ദിവസത്തേക്ക് രാവിലെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ആയപ്പോഴത്തേക്കും മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ടൈമിൽ ഓവർ മിക്സിങ് പാടില്ല, ജസ്റ്റ് ഉപ്പ് എല്ലായിടത്തും വരുന്നതിന് വേണ്ടി മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ രാത്രി വെക്കുന്ന ടൈമിലാണ് ഓവറായിട്ട് മിക്സ് ചെയ്യേണ്ടത്, പക്ഷേ ചുട്ടെടുക്കുന്ന ആ ഒരു ടൈമിൽ ഓവർ മിക്സിങ് പാടില്ല കേട്ടോ. ഈ ഒരു സമയത്ത് അപ്പച്ചട്ടി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഒരു തവി മാവ് ഇതിൽ നിന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. ഇനി അടച്ചു വെച്ച് 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് തീ കൂട്ടിയും കുറച്ചും വെച്ച് കൊടുത്തുകൊണ്ടിരിക്കരുത് കേട്ടോ. നമ്മളിപ്പോൾ ആദ്യം തന്നെ ചുടാൻ വേണ്ടി ഏത് ഫ്ലെയിമിലാണോ ഇട്ട് കൊടുക്കുന്നത്, മീഡിയം ടു ലോ ഫ്ലെയിം മതി. ആ ഒരു ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അവസാനം വരെ ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ അപ്പവും ചുട്ടെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്ര സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു അപ്പം റെസിപ്പിയാണ് കേട്ടോ ഇത്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല പെർഫെക്റ്റ് ആയിട്ടും കിട്ടുന്നതിന് വേണ്ടിയുള്ള റെസിപ്പി ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ആക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.